ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗായ്സ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ രാവിലെ അല്ലെങ്കിൽ വെളുപ്പിന് നമ്മൾ എണീറ്റിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സമയമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ രാവിലെ തന്നെ അടുപ്പൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് വന്ന് വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് അടുപ്പിൽ തീ കത്തിക്കും. പിന്നെ ചില ദിവസം പെട്ടെന്ന് ഗ്യാസിൽ കുക്കറിൽ എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് അടുപ്പ് കത്തിക്കാൻ പോകുള്ളൂ. കാരണം അത് വേകാനുള്ള സമയം പെട്ടെന്ന് വെന്തോളൂല, ആ സമയം പോകണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ ടൈം അനുസരിച്ചിട്ട് എല്ലാ വീട്ടമ്മമാരെയും ചെയ്യണ പോലെയൊക്കെ അങ്ങനെ ചെയ്യും. അപ്പോൾ അതേ ഇന്ന് പൈനാപ്പിൾ പുളിശ്ശേരി വെക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ തലേ ദിവസം ഒരു പൈനാപ്പിൾ വാങ്ങിയിട്ട് വന്നായിരുന്നു. അപ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കറിയാണ്. കാരണം ഒരുപോലെ ഇഷ്ടമുള്ള കറികളും അല്ലെങ്കിൽ കാലത്ത് കാപ്പി അങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കണം വലിയ പാടാണ്. എല്ലാ വീട്ടിലെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ വന്ന് രാവിലെ എണീറ്റ് ഉടനെ ഒരു 5:30-ക്ക് ശേഷം നമ്മൾ റേഡിയോ ഓപ്പൺ ചെയ്യും. കാരണം റേഡിയോ എന്നതിൽ 5:30-5:45 ആകുമ്പോഴാണ് ഓപ്പൺ ചെയ്യുക. റേഡിയോ ഓപ്പൺ ചെയ്ത് കേൾക്കും. അത് എനിക്കും മാഷയ്ക്കും ഒക്കെ ഭയങ്കര വീക്ക്നെസ്സാണ്, ഭയങ്കര ഇഷ്ടമാണ്. റേഡിയോ ബാറ്ററി ഇല്ലാണ്ടിരിക്കുകയാണ്. അനുവായിട്ട് കഴിഞ്ഞ ദിവസം ബാറ്ററിയൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ റേഡിയോ ഒക്കെ നല്ല ആക്റ്റീവായി. അപ്പോൾ അതേ നമ്മൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നന്നായിട്ട് എൻ്റെ വായിലേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം പൈനാപ്പിൾ. പക്ഷേ പൈനാപ്പിളിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ചണ്ടി ഉണ്ടല്ലോ, ഇടയ്ക്കത്തെ ഒരു മടൽ പോലത്തെ സാധനം, അതെല്ലാവരും ചെത്തിക്കളയും. പക്ഷേ ഞാൻ കളയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അത് ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹർഷിക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവൾ എന്താ തോരൻ വെക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് ഓരോന്ന് എടുത്തിട്ട് വരികയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് എന്തെങ്കിലും തോരൻ എന്തെങ്കിലും ആക്കണം. പിന്നെ മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ വേണമെങ്കിൽ അങ്ങനെ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും ഡിസ്കഷനൊക്കെ തലേ ദിവസം നടത്താറുണ്ട്, രാവിലെയും ഞങ്ങൾ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ഒരാൾ എടുക്കുന്നതിൻ്റെ ബാക്കി ഒരാൾ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ ഇതേ അവൾ കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ടുള്ള തോരനുള്ളത് അരിയാണ്. അതുപോലെ തന്നെ പൈനാപ്പിൾ ഞാൻ മുറിച്ച് വേവിക്കാൻ വെച്ച സമയത്ത് അതിന് വേണ്ടിയിട്ട് അരയ്ക്കാനുള്ള തേങ്ങ അവൾ ചിരണ്ടി. അപ്പോഴേക്ക് നമ്മുടെ ചോറ് വെന്തോ, ഞാൻ ചോറ് വാർത്തിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മേളിലൊരു ഇങ്ങനൊരു കട്ടിങ് ഉണ്ട്. അവിടെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. പിന്നെ അവിടെ ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അടുപ്പിൻ്റെ ചൂടും ആ ലൈറ്റ് എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ആ ലൈറ്റ് ഇട്ടില്ല. പിന്നെ ലൈറ്റ് ഇട്ടാൽ കാണാൻ അത്ര ചന്തമുള്ള കിച്ചണൊന്നുമല്ല നമ്മുടെ, വളരെ പഴയ വീടാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഇതേ ഒരു അടുപ്പൊഴിഞ്ഞപ്പോൾ നമ്മൾ ഉപ്പുമാവിനുള്ള ഉരുളി വെച്ചു. അതിനുശേഷം ഞാൻ അവൾ പൈനാപ്പിളിൻ്റെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിക്കുള്ള അരപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അവൾ ബീറ്റ്റൂട്ട് അരിഞ്ഞ് തന്നിരുന്നു. അപ്പോൾ അത് ഞാൻ തോരനാക്കാമെന്ന് വെച്ചു. കാരണം കുഞ്ഞിക്ക് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇന്ന് പുളിശ്ശേരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടമാണ് കൊണ്ടുപോകാനായിട്ട്. മോരെന്തായാലും നിർബന്ധമാണ്. അപ്പോൾ പുളിശ്ശേരി വയ്ക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തോരനാക്കി പുളിശ്ശേരി കൂടെ ആക്കുകയാണെങ്കിൽ അവൾക്ക് ചോറിന് കൊണ്ടുപോകാനുള്ളതാകും. പിന്നെ കാലത്തുള്ളത് കഴിച്ചിട്ട് പോകും. പിന്നെ സ്നാക്സ് എന്തെങ്കിലും ഏത്തപ്പഴമോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വെക്കാറ് പതിവ്. പിന്നെ ഇടയ്ക്ക് ബേക്കറിയും കൊടുത്തുവിടും. പിന്നെ ഇതേ നമ്മൾ ആപ്പിളാണ് കൊടുത്തുവിടാൻ പോകുന്നത്. ആപ്പിൾ അപ്പോൾ ഇതുപോലെ കുറേ നേരം മുമ്പ് ഞാൻ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ഉള്ളിലുള്ള വിഷം പോകില്ലോ എന്ന് നമുക്കറിയില്ല. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വെജിറ്റബിൾസും പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കുറേ നേരം ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഉപ്പുമാവിനുള്ള വഴട്ടലും കാര്യങ്ങളൊക്കെ അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാനിപ്പുറത്ത് നമ്മുടെ പൈനാപ്പിൾ വെന്തിരിപ്പുണ്ട്. അതിന് അരപ്പ് ചേർത്ത് കടുക് വറുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഞാനാണ് പുളിശ്ശേരി വെച്ചേ അല്ലെങ്കിൽ അവളാണ് വെച്ചതെന്നുള്ളതല്ല. എന്താ പറയുക, നമ്മുടെ ആ ഒരു സഹകരണം അല്ലെങ്കിൽ ആ ഒരു ഒത്തൊരുമ ഉണ്ടെങ്കിൽ ഏതൊരു ഫാമിലിയും നല്ല രീതിയിൽ ഇതുപോലെ മുന്നോട്ട് പോവുള്ളൂ. അതിപ്പം പ്രത്യേകിച്ച് അടുക്കളയിൽ നിന്ന് തുടങ്ങണമെന്നാണ് പറയുന്നത്. അടുക്കളയിൽ പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനവും ആ ഹാപ്പിനെസ്സും ഒക്കെ അങ്ങനെ നിലനിൽക്കും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ഗുണം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഹാപ്പി ആയിരിക്കും. അതാണ് നമുക്ക് ഏറ്റവും വലുത്. കാരണം എന്താ പറയുക, നാളെ അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പം അതെല്ലാ രീതിയിലും കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും സമൂഹത്തിൽ അവർ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മളെപ്പോഴും അവർക്കൊരു മോഡേൺ ആയിരിക്കണം. അപ്പം നമ്മൾ നമ്മുടെ അരപ്പ് കടുകൊക്കെ വറുത്തിട്ടു. അതിലേക്ക് ഞാൻ അരപ്പിടും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ മിക്ക കറികളും ഇങ്ങനെ പച്ചയ്ക്ക് അരച്ച് വെക്കുന്ന കറികളൊക്കെ ഞാൻ കടുക് വറുക്കണതിനകത്ത് അരപ്പിടും. എന്താണെന്ന് വെച്ചാൽ അരപ്പിൻ്റെ ആ ഒരു പച്ചപ്പ് വരാതിരിക്കാനാണ്. പിന്നെ ചിലരെന്താണെന്ന് വെച്ചാൽ വേവിച്ച കഷ്ണത്തിലേക്ക് പച്ച അരപ്പിട്ടിട്ട് തിളപ്പിച്ചെടുക്കും. അങ്ങനെയും ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്കതെന്തോ ഒരു സമാധാനമില്ല. ഞാൻ എപ്പോഴും കടുക് വറക്കുന്നതിൻ്റെ അകത്തോട്ട്
അരപ്പിട്ട് അതൊന്ന് എന്താ പറയുക, ഒരുപാട് തിളയ്ക്കാനും പാടില്ല, കാരണം അത് തേങ്ങ ആയതുകൊണ്ട് ഇങ്ങനെ പിരിപിരാന്ന് കിടക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മുടെ വെള്ളമൊക്കെ അരപ്പിൻ്റെ ചാറൊക്കെ ഒന്ന് ഒഴിച്ച് കലക്കിയിട്ടാണ് കറിയിലേക്ക് ചേർക്കാറുള്ളത്. പിന്നെ അതിലിട്ട് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയതാണ്. ജീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, വേറെ ഒന്നുമില്ല. നന്നായിട്ട് തേങ്ങയുമായിട്ട് അരച്ചെടുത്തു. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി, കടുകും അതുപോലെ തന്നെ ഉലുവയും വറ്റൽമുളകും കൂടെ മൂപ്പിച്ചിട്ട് അരപ്പിട്ട് താളിച്ചൊഴിച്ചു. അത് വേവിക്കുന്നതിന് മുമ്പ് പൈനാപ്പിൾ, ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് വേവിച്ചത്. കാരണം ഞങ്ങൾക്ക് ഈ തനി മഞ്ഞ കളറിലിരിക്കണേലും വീട്ടിലെല്ലാവർക്കും ഈ ഒരു കളറിലിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അമ്മയ്ക്കായാലും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ മുളക് പൊടി കൂടി ഇടുന്നതുകൊണ്ടാണ് മഞ്ഞപ്പ് മാറിയിട്ട് ഈ ഒരു കളറിൽ കിട്ടുന്നത്. പിന്നെ ഈ ഒരു സാധനം പഞ്ചസാരയോ ശർക്കരയോ നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമാണ് ഇടുക. ഇവിടെ എല്ലാവരും ഭയങ്കര മധുരപ്രിയരാണ് കേട്ടോ. ഞങ്ങൾ 1-2 പേരൊഴികെ, ഞാനും അനിയനും ഒക്കെ അത്ര മധുരപ്രിയരല്ല. പക്ഷേ ഇങ്ങനെ ഇവർക്ക് എന്താ പറയുക, നാട്ടുമ്പുറംകാർക്കൊക്കെ ഇങ്ങനെ മധുരം വേണമെന്നുള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് മധുരം വേണം. അപ്പോൾ ശർക്കര പഞ്ചസാരയൊക്കെ ഇട്ട് വേണം. കാരണം ഈ പഴുത്ത ഫ്രൂട്ട്സ് എപ്പോഴും നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് മധുരം അങ്ങ് പോകും. അപ്പോൾ എന്തായാലും മധുരം വേണ്ടവർക്ക് അത് മധുരം ഉള്ളതായിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ശർക്കരയോ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല, എന്നാലും നമ്മളിപ്പം പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുത്ത് കേട്ടോ. കഴിവതും അതൊക്കെ ഒഴിവാക്കണതാണ് നല്ലത്. പിന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട്, കാരണം അതിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി ഒന്ന് ഒഴിച്ച് വാങ്ങി. ഇതേ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി. അതിനുശേഷം ചോറും കറികളൊക്കെ ആയി. കുഞ്ഞിപ്പെണ്ണിനുള്ളതെല്ലാം വെച്ചു. കുടിവെള്ളമാണ് നമ്മൾ അടുപ്പത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുപോകാനായിട്ടുള്ള നമ്മുടെ ലഞ്ച് റെഡിയായി. അതുപോലെ തന്നെ വെള്ളം എടുത്ത് വെച്ചു. പിന്നെ സ്നാക്സായിട്ട് ഇന്ന് നമ്മൾ ആപ്പിളാണ് കൊടുക്കുന്നത് കേട്ടോ. ആപ്പിൾ കട്ട് ചെയ്ത് നമ്മൾ വെച്ചു. അപ്പോൾ ഇവളുടെ ഒരു പാക്കിംഗ് ആണ് എൻ്റെ ഏറ്റവും വലിയ പണി. എന്ന് വെച്ചാൽ തണുത്തൊക്കെ കഴിയാണ്ട് നമുക്കിങ്ങനെ കറി ഒഴിക്കാൻ പറ്റില്ല, ചില്ല് പാത്രത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ സ്റ്റീലായാലും ഭയങ്കര ഹാർഡാണ്, തുറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളമാണ്. അപ്പോൾ പിന്നെ നമ്മളിത് ഇങ്ങനെ തണുപ്പിച്ചിട്ടാണ് ചൂട് കറിയൊക്കെ ഒഴിക്കുക. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൽ ചൂട് കറി ഒഴിക്കാൻ പാടില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും. നമ്മൾ തണുപ്പിച്ചിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ സ്നാക്സും വെള്ളവും ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് കാര്യങ്ങളെല്ലാം റെഡിയായി. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതോടുകൂടിയാണ് എൻ്റെ അടുക്കളയിൽ രാവിലത്തെ ആ ഒരു ചടങ്ങുകളൊക്കെ കഴിയട്ടെ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പണിയും തീർന്നു. ഇനി തൂത്തുവാര്, പിന്നെ പാത്രങ്ങൾ നമ്മൾ എടുക്കണം, അപ്പോൾ തന്നെ കഴുകി വെക്കും കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 7 to 7:30 ആകുമ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇത് പാക്ക് ചെയ്ത് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ട് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കും, അല്ലെങ്കിൽ ബാഗിലേക്ക് വെക്കും. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ടേബിളിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവളുടെ ബാഗിലേക്ക് മാറ്റണം. പിന്നെ ഇതേ വന്ന് വെളിയിലൊക്കെ നോക്കുകയാണ്, ആകെ വേർതിരിക്കുകയാണ്. ഇനി നേരെ കുളിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.